നമ്മളെ ബൈത്തുർ റഹ്മ വലിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ചർച്ച ചെയ്ത ദിവസമാണ്. അവരിന്ന് അവരുടെ പൊന്നാനിയിലെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തത് ലീഗിന്റെ ബൈത്തുർ റഹ്മ അതിന്റെ ഉറവിടം കണ്ടെത്തണം, അത് അന്വേഷിക്കണം എന്നാണ്. അൽഹംദുലില്ലാഹ് ബൈത്തുർ റഹ്മ വിജയിച്ചു മക്കളെ. ഇന്ന് ആ ദിവസമാണ്. ഞാൻ ഇവരുടെ ഓർമ്മക്കുറവിനെ ഒരു വർഷത്തേക്ക് പിന്നിലേക്ക് കൊണ്ടുപോവുക. ഈ കൂട്ടത്തിൽ പലർക്കും ഓർമ്മ ഉണ്ടാവും. കൂട്ടത്തിൽ ഖാദർ സാഹിബ് ഞങ്ങൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതേ സംബന്ധിച്ച് സംസാരിച്ചു. ബഷീർ അവരൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ഷബീർ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, എന്താന്നാ കഴിഞ്ഞ CPM-ന്റെ സമ്മേളനത്തിൽ അവർ ചർച്ച ചെയ്തത് എന്താണെന്നറിയാം? ആന കുത്തിയാലും കുലുങ്ങാത്ത വിധം ലീഗ് എന്താ പിന്നെയും ഇങ്ങനെ ജയിച്ചു പോകണമെന്നുള്ളതായിരുന്നു ചർച്ച. അതില് കാരണമുണ്ട് എന്ന് സദസ്സിന്റെ മറുപടി. ആ കാരണം ഒന്ന് എഴുതി തരാൻ എല്ലാവർക്കും ഓരോ കടലാസ്. ആ കടലാസൊക്കെ പെറുക്കി ഇങ്ങോട്ട് വാങ്ങി മേശം അങ്ങനെ അട്ടിക്ക് വെച്ച് നോക്കിയപ്പോ അതിലെഴുതിയ കാരണം എന്താ അറിയാം? ലീഗ് വെറുതൊന്നല്ല ക്ലച്ച് പിടിക്കണ്. ഓല ബൈത്തുർ റഹ്മ, അവരുടെ CH സെന്റർ, അവരുടെ ഡയാലിസ് സെന്റർ, അവരുടെ അരി വിതരണം, അവരുടെ മംഗല്യമേള, അവരുടെ സമൂഹ വിവാഹം, അവരുടെ പഠനത്തിന് ദത്തെടുക്കൽ, അവരുടെ മയ്യത്ത് പരിപാലനം, ഇങ്ങനെ ഞമ്മക്കും ചെയ്താൽ ലീഗിനെ പോലെ ആവാം എന്നാണ്. ഒരു കൊല്ലം മുമ്പേ ലീഗ് ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണം ഒരു സ്വല്പം കൂട്ടിയാൽ നന്നായിരുന്നു. കുറച്ച് മതി, ഞാൻ പതുക്കെ പറയണം. ലീഗ് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം അവരുടെ ബൈത്തുർ റഹ്മയാണ്, CH സെന്ററാണ്, ഡയാലിസിസ് സെന്ററാണ്, അവരുടെ സംവിധാനങ്ങളാണ്. ഇതുപോലെ നമുക്കും ആവാൻ കഴിഞ്ഞാൽ അവരെ പോലെ നമുക്കും ആവാൻ പറ്റും എന്നാണ് കഴിഞ്ഞ CPM-ന്റെ സമ്മേളനത്തിൽ ക്രോഡീകരിച്ച് തീരുമാനിച്ചത്. ഞാൻ ആലോചിച്ച് നോക്കണം. അപ്പൊ അവരിങ്ങനെ പിന്നെ ചെയ്യേണ്ടത് എന്താ? നമ്മളിപ്പോ നമ്മുടെ നാട്ടില് മറ്റുള്ളവരൊക്കെ എങ്ങനെ വലുതാണ്. ഇപ്പൊ ഒരാൾ തടിയൊക്കെ ഉള്ളത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓന് നല്ലൊരു മരുന്ന് കഴിക്കേണ്ടി പറഞ്ഞാൽ ആ മരുന്ന് നമ്മൾ തെരഞ്ഞു പോയിട്ട് കഴിക്കും. ഒരു മനുഷ്യൻ നല്ല സുന്ദര കുട്ടപ്പനായിരിക്കണം. അവനോട് ചോദിച്ചു എന്താണ് എന്റെ രഹസ്യം എന്ന് ചോദിച്ചു. ഒന്നുമല്ല, ഞാൻ ഒരു 15 ദിവസം കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചവിട്ടി വീരായിരുന്ന പണിയാണ്. നമ്മളെന്താ ചെയ്യല്? പിറ്റേ ദിവസം പോയിട്ട് അവിടെ അഡ്മിറ്റ് ആകാൻ നോക്കും. ഓനെ പോലെ ഒരു ചിമട്ടനാകാൻ നോക്കും. അങ്ങനെയാണ് നല്ല മനുഷ്യന്മാർ ചെയ്യുന്നത്. ഒരാളെപ്പോലെ ആകണമെന്ന് പൂതിയുണ്ടെങ്കിൽ അതേ പണി എടുക്കുക പോയിട്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആ പണിയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഒരു 4 ബൈത്തുർ റഹ്മ, കുറച്ച് CH സെന്റർ, അതിലുള്ള CH അല്ലേ, കണാരൻ അല്ലേ, ഒരു CH സെന്റർ, ഒരു ബൈത്തുർ റഹ്മ, എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിച്ച് അങ്ങനെയൊക്കെ പോയിക്കോട്ടെ. ദത്തെടുക്കൂലല്ലോ അവരെങ്ങനെ ദത്തെടുക്കുക? കൂത്തുപറമ്പിലെ യുവാക്കളെ യുദ്ധമുന്നണിക്ക് വിട്ടു. എന്നിട്ട് പിണറായിയുടെ ചെക്കനെ യുദ്ധമുന്നണിക്കുമില്ല, ഇടതുമുന്നണിക്കുമില്ല, ലണ്ടനിക്ക് വിട്ടു പഠിക്കാൻ. ദത്തെടുത്തതല്ല. ഞാൻ പറയുന്നു ബൈത്തുർ റഹ്മ നമുക്കൊന്ന് അന്വേഷിക്കാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സ്റ്റേറ്റ്മെന്റിനായി ഞാൻ എന്റെ മുസ്ലിം ലീഗിന്റെ എന്റെ കൽബായ പാർട്ടി, എന്റെ പ്രിയപ്പെട്ട സംഘടനയ്ക്ക് വേണ്ടി ഞാനിത് പറയാം. ബൈത്തുർ റഹ്മയുടെ ഉറവിടം നമുക്കൊന്ന് തേടിപ്പോവാം. എല്ലാം കയ്യിലെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുമെങ്കിൽ ഒരു ബൈത്തുർ റഹ്മ ഉള്ള ഞെക്കി പിടിഞ്ഞു നോക്ക്. കയ്യിൽ കൂടി ഇങ്ങനെ ഒലിക്കുന്നത് കാണാം. KMCCയുടെ ചോര, KMCCയുടെ നീര്, KMCCയുടെ ശ്വാസം. ഞാൻ KMCC യോഗത്തിലായതുകൊണ്ട് പറയല്ല. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എന്നെ നേരിട്ട് അറിയാവുന്ന പലരും എൻ്റെ വീടിൻ്റെ സമീപത്തുള്ളവരുണ്ട് ഇവിടെ. ഈ വിനീതൻ ഒരു കൂലയിൽ കിടന്നുറങ്ങിയത് KMCC കൊണ്ടായതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീടിന് KMCC ബൈത്തുർ റഹ്മ എന്ന് ശിലാഫലകത്തിൽ എഴുതി വെച്ചത്. ബഹുമാനായ സ്വാദിഖ് അലി തങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എഴുതണ്ട, KMCC എന്ന് എഴുതിക്കൊള്ളു. പിന്നെന്താ എഴുതേണ്ടത്? തങ്ങളെ കൂടെയുള്ള ഒരാൾ പറയുന്ന KMCC ഹരിതാലയം കിട്ടും. അപ്പൊ അതില്ലാത്തോന് അത് കിട്ടുമ്പോ അതാരെക്കൊണ്ടാ കിട്ടിയത് എന്ന് വരുമ്പോ അത് കൽബ് തട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പ്രവാസി ബൈത്തുർ റഹ്മ കൊണ്ട് ഇന്നലെ ത്വായിഫിൽ നിന്ന് വിളിച്ചൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വീടെല്ലാം ജപ്തിക്ക് വെച്ച് ഇവിടുന്ന് പോവാണ്. പക്ഷെ പ്രവാസി ബൈത്തുർ റഹ്മ ജിദ്ദ കമ്മിറ്റി കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോ
ചന്ദ്രികയിൽ ആ വാർത്ത കണ്ടപ്പോൾ ആ നമ്പറിൽ അരിമ്പ്ര അബൂബക്കർ അടക്കമുള്ള ആളുകളൊന്ന് വിളിച്ചു ചോദിച്ചതാണ്. ഇങ്ങനെ കണ്ടു, നമുക്ക് വല്ല പരിഗണന ഉണ്ടാവുമോ എന്ന് വെറുതെ ചോദിച്ചോളൂ, നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളി, ഞങ്ങൾ അന്വേഷിച്ചു. അയാൾക്ക് കിട്ടി. അയാൾ പറയാണ്, എല്ലാം ജപ്തിക്ക് വെച്ച് വിറ്റ് ഞാനെല്ലാം തീർത്ത് ഇനി ഞാൻ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് കഴിയുമ്പോഴാണ്, ഇനി അടുത്ത കാലത്ത് ഇതൊന്ന് ഇതേപോലെ ഒരു കൂര വേണമെങ്കിൽ എത്ര കാലം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് ബൈത്തുർ റഹ്മാനിലാണ്. ആ സ്നേഹിതൻ ഞാൻ പറയുന്നു, ഈ മൊബൈലിൽ നിന്ന് മൊബൈലിലേക്ക് റേഞ്ചാണുള്ളത്, അതേപോലെ തരംഗങ്ങളാണുള്ളത്. കണ്ണീർ പ്രവഹിക്കാൻ ഒരു വഴിയുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കാതിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണീര് വന്ന് ഒലിച്ചിറങ്ങുമായിരുന്നു. അത്രക്കും അയാൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ലീഗല്ല, KMCC അല്ല. ആലോചിക്കണം. നമ്മുടെ ഈ ഉറവിടം ഒന്ന് അന്വേഷിക്കുക, നമ്മൾ തലക്കൊന്ന് അന്വേഷിക്കുക. ഒരു ബൈത്തുർ റഹ്മ കിട്ടിയ ഒരാളുടെയും അടിത്തറ പരിശോധിച്ചാൽ അതിൽ അഴിമതി കണ്ടെത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നു, ബൈത്തുർ റഹ്മകളല്ല അന്വേഷിക്കേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ആണത്തമുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ വീടാണ് ഒന്ന് കണ്ടെത്തേണ്ടത്. അതെങ്ങനെ കിട്ടിയെന്ന് പരിശോധിക്കണം, അതിന്റെ ഉറവിടം എന്താണെന്ന് പരിശോധിക്കണം. ഒരു ചെത്തു തൊഴിലാളിയുടെ മോനായ ഈ മാന്യൻ ഇങ്ങനെ ഒരു കൂരയുണ്ടാക്കിയത് ഏത് പിമ്പലത്തിലാണ് എന്ന് അന്വേഷിക്കണം. നമുക്കിനി മുള്ളിനെ മുള്ളുകൊണ്ട് നിൽക്കുക, അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളൊന്ന് നോക്കൂ, എന്തുകൊണ്ടാണ് ഇന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി അങ്ങനെ പറയാൻ കാരണം? മലപ്പുറം ജില്ലാ കമ്മിറ്റി അങ്ങനെ പറയാൻ കാരണം ഞാൻ പറയുന്നു, അവർക്ക് ബൈത്തുർ റഹ്മ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി. ഒന്നതാണ് കാരണം, ഒരു കൊല്ലം കഴിഞ്ഞു. കാരണം അത് കുറച്ച് പണിയാണല്ലോ. ഇതെല്ലാം വരില്ല. നമ്മൾ ഉണ്ടാക്കുന്ന എന്താ, കല്ല് വെക്കുക, പടുത്തുണ്ടാക്കുകയാണ്. ഇവരോ പടുത്തതൊക്കെ പൊളിച്ചടിക്കലാണ് ഇവരെ പണി. അത് എളുപ്പമാണ്. മഹാത്മാഗാന്ധി ഒരു നല്ല മനുഷ്യനായി ലോകത്ത് തിളങ്ങാൻ സാധു ഒരുപാട് അധ്വാനിച്ചു. പക്ഷെ ഗോഡ്സേക്ക് ഒരു സെക്കൻഡ് മതി, ഒരു വെപ്പാണ് കഴിഞ്ഞ് മൂപ്പര് ഫേമസ് ആയി. ആര്? ഗോഡ്സെ ഫേമസ് ആയി. എന്തുകൊണ്ട്? ഒരു മഹാനായ മനുഷ്യനെ വെടിവെച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ റോളിനാണ്. നമ്മൾ കല്ല് വെക്കുകയാണ്, ഇവർക്ക് ചെറിയ ചെറിയ കല്ല് മതി, എവിടെയെങ്കിലൊക്കെ ഒന്ന് എറിഞ്ഞ് തകർക്കണം. സംഹാരമേ ഉള്ളൂ, നിർമ്മാണം കുറവാണ്. നിർമ്മാണത്തിന് കുറച്ച് പണിയുണ്ടല്ലോ, അത് ശ്രമകരമാണ്, നല്ല കാര്യമാണ്. അതിന് കുറച്ച് പണിയുണ്ട്. പൊളിക്കാൻ എളുപ്പമാണ്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ്, പക്ഷെ അത് ബോംബ് വെച്ച് തകർക്കാൻ ഒരു സെക്കൻഡാണ്. നിർമ്മാണാത്മകമായ പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മുസ്ലിം ലീഗ് കല്ല് കൊണ്ടുവരുന്നത് ആളുകൾക്ക് തണലേകാനാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കൊല്ലം ചർച്ച ചെയ്തിട്ട് ഇതുപോലെ നമുക്കും ആവാൻ കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നമുക്കും വേരോട്ടം സിദ്ധിക്കും എന്ന് പറഞ്ഞ പാർട്ടി വേരോട്ടത്തിനുള്ള പണിയല്ല എടുത്തത്. അടിവേല് പോകുന്നു എന്ന് കണ്ടപ്പോ നമുക്ക് അങ്ങനെ ആവൂല എന്ന് സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവൂല, അതുകൊണ്ട് മറ്റൊരു ഉറവിടം ഒന്ന് അന്വേഷിക്കണം. വലിയ പണിയാണിത്, ചില്ലറ കാര്യമാണ്. ഞാൻ പറയാറുണ്ട്, യൂസുഫ് അലിയാകുക വലിയ ദൗത്യമാണ്. അതെല്ലാവർക്കും പറ്റും. അള്ളാഹു ചിലർക്ക് കൊടുക്കുന്ന ഞാനത്താണ്. എന്റെ നാട്ടിലൊരു ചങ്ങാതി എന്നും തോരക്കും, റബ്ബേജിന്റെ യൂസുഫ് അലിയാക്കണം. ലുലു സെന്ററിന്റെ പരസ്യം കണ്ടിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ റബ്ബ് ഇതേമാതിരി ആക്കില്ല, ലോട്ടറി എടുത്ത് നോക്കി അടിക്കണില്ല, എങ്ങനായിട്ടും ആവുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു ദിവസം തോരുന്നതാണ്, റബ്ബേ ജിന്ന യൂസുഫ് അലി ആക്കുന്നില്ലെങ്കിൽ ഈ ചങ്ങായിനെ എങ്ങനെ നിന്നെ പോലെ ആക്കണം. യൂസുഫ് അലി ആകാൻ കുറെ പണിയാണ്. അത് അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്നത്. അതുപോലെയുള്ള ആളുകൾ അവർ യൂസുഫ് അലിയെ മാത്രം എടുത്ത് ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. മുസ്ലിം ലീഗ് ആവാൻ ഈ കാര്യത്തിൽ കുറച്ച് പണിയാന്ന് ഇന്ന് CPM തെളിയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് കഴിയില്ല. ഒരു കാരണം, കഴിഞ്ഞ തവണത്തെ പാർട്ടി യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം അതുപോലെ ആക്കി തീർക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വമ്പിച്ച ദൗത്യമാണ്. ഇത് ലീഗിൽക്കേ പറ്റുള്ളൂ എന്ന് സമ്മതിച്ചു. ഇന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ നിങ്ങൾ? സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാം? വീടുണ്ടാക്കി കൊടുത്തും അതുപോലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയും വെറുതെ ജനങ്ങളെ വെറുതെ മോഹിപ്പിക്കുകയാണോ? അല്ല,
കൊടുത്തു കഴിഞ്ഞ് എത്രണ്ണം കൊടുത്തു? 51 മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പങ്കെടുത്ത അവസാനത്തെ ചടങ്ങ് 799 വീട് താനൂർ നിയോജക മണ്ഡലത്തിലെ കോറാട് എന്ന പ്രദേശത്ത് പങ്കെടുത്തുകൊണ്ടാണ്. 799 വീട് ഞാൻ പങ്കെടുത്തതാണ്. ഞാൻ എന്നെ വിളിക്കാത്തത് പറഞ്ഞു, പങ്കെടുക്കാൻ കഴിയാത്തത്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയോടെ പറഞ്ഞത്. ഇവിടെ എത്തി എല്ലാ ജില്ലയിലുമായി ബൈത്തുറാഹ്മ. കാസർകോട്ട് ആധാരവും താക്കോലും ഒന്നിച്ചു കൊടുക്കണം, ഭൂമി കൂടി കൊടുക്കണം. മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? അവരിന്ന് ബൈത്തുറാഹ്മ പിടിക്കാൻ ഒരു കാരണം മുദ്രാവാക്യത്തിന്റെ സ്റ്റോക്ക് കഴിഞ്ഞു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പാടണ്ടേ? അപ്പൊ നമ്മളൊരു പയ്യനെ പണി എന്താ? മണ്ണിൽ ഇടം ഉണ്ടാക്കി കൊടുക്കണം. ഓരെല്ലാം മുദ്രാവാക്യം ഫുള്ള് കഴിഞ്ഞല്ലോ. അപ്പൊ അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത ഭരണമേ ഒരു മുദ്രാവാക്യമാണ്. ഇപ്പൊ നാട്ടിൽ പണിയിലായിരുന്നു. ഒരു പണിക്കും പോകാത്തവർ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകും. തൊഴിലുറപ്പിന്റെ പണിക്ക് പെണ്ണുങ്ങൾ പോയ കാരണത്താൽ നഴ്സറി സ്കൂളിൽ അടിച്ചു വരാൻ ഒരു പെണ്ണിനെ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോ പഴയ പോലെ നല്ലൊരു സ്ത്രീനെ ഒരു നിലം തുടക്കാൻ അല്ലെങ്കിൽ ഒന്ന് അടിച്ചു വരാമെന്ന് വിളിച്ചു നോക്കി. എന്താ മലയാളി കുട്ടിയെ തരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം വലിച്ചു നീട്ടി ഇത്ര എന്ന് പറയും. അപ്പൊ അവൾക്കൊരു നെറ്റിച്ചു വിളിക്കല്. അവൾക്ക് VIP. എന്താ കാരണം എന്നറിയാം? തൊഴിലുറപ്പിന്റെ പണിക്ക് ഇതിനേക്കാളും കിട്ടേണ്ടത്. തൊഴിലുറപ്പിന്റെ പണിക്ക് പോയ കാരണത്താൽ ഒരു സ്ത്രീ അഭിമാനിയായി മാറി. വെറുതെ ഒഴിഞ്ഞിരിക്കുന്നവർ ആ കൂട്ടത്തിൽ തൊഴിലുറപ്പിന്റെ പണി. ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് തൊഴിലുറപ്പ് ശരിക്കും പഠിച്ചു നോക്കി. എന്തൊക്കെ ഉണ്ടായില്ലെന്നറിയാം? വെറുതും കൈക്കോട്ടെടുത്ത് കളിക്കൽ മാത്രമൊന്നല്ല. ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്കും പണിക്ക് പോവാം. പക്ഷെ ആ പൈതലിനെയും കൊണ്ടുപോകണം പണിസ്ഥലത്തേക്ക്. എന്നിട്ട് ഈ തൊഴിലുറപ്പിലെ പ്രായം ചെന്നവര് തൊട്ടി കെട്ടി തൂക്കിയിട്ട് മാവിന്റെ കൊമ്പത്ത് ഈ കുട്ടിനെ ആട്ടുക. അതും തൊഴിലുറപ്പിലെ ഒരു പണിയാണ്. മനസ്സിലായില്ലേ? ചിലര് ആയ കുട്ടികളെ നോക്കിയിരിക്കാതൊക്കെ. ചിലര് ഈ തൊഴിലുറപ്പല്ലത് ഈ ഇരിപ്പുറപ്പാന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ചോദിച്ചു, പടച്ചോനെ ഈ ബൈത്തുറഹ്മ എന്താണ് ഇവരിങ്ങനെ കൊത്താൻ കാരണം? ലോക പാർപ്പിട നിലത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്റെ മുത്ത് ശിഹാബ് തങ്ങളെ പേരിലുണ്ടാക്കണ ഈ വീട് മുസഫർ നഗറിലെത്തി. ജില്ലൊക്കെ വിട്ട് സംസ്ഥാനം വിട്ട് മുസഫർ നഗറിലെത്തി. മുസഫർ നഗറിൽ ബൈത്തുറഹ്മയുടെ ഭൂമി ഏറ്റെടുക്കാൻ ചെന്നപ്പോ എന്റെ പൊന്നു തങ്ങളി മജീദ് സാഹിബിനെയും രജിസ്റ്റർ ഓഫീസിലെ സംവിധാനം ഇങ്ങോട്ട് വന്ന് കാണുക ചെയ്തത്. രജിസ്റ്റർ ഓഫീസിലെ സീലും പാഡും സ്റ്റാമ്പും എല്ലാ പേപ്പറും എടുത്ത് ഉദ്യോഗസ്ഥർ കലക്ടറുടെ സാന്നിധ്യത്തിൽ ഒന്നിച്ച് ഇങ്ങോട്ട് വന്നു. എല്ലാ പരിപാടിയും ചെയ്തു കൊടുത്തു. 50 വീടിന് തറക്കല്ലിട്ട് അതിന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കൂലിച്ചെലവേ ഉള്ളൂ. ഒന്നിച്ച് അതിലേക്ക് പാർക്കാനുള്ളൊരു സാഹചര്യം. മാടായിൽ വരാൻ പോകുന്നു. മാടായിക്കാർ ഇവിടെ ഉണ്ടാവും കണ്ണൂരിൽ. 10 ബൈത്തുറഹ്മയും ഒരു മസ്ജിദും. ശിഹാബ് തങ്ങൾ വില്ലേജ്, കടവ് റിസോർട്ടിന്റെ സമീപം മസ്കറ്റ് KMCC. പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങിപ്പോയി ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന സാധുക്കളായ ആളുകൾ. പ്രിയപ്പെട്ട SP യൂസുഫ് സാഹിബ് അടക്കമുള്ള മസ്കറ്റ് KMCCയുടെ ആളുകൾ അതുമായുള്ള ഒരു ബൃഹത്തായ പദ്ധതിയിലാണ്. വാച്ച്മാനും സൗകര്യങ്ങളും എല്ലാം. എന്നിട്ട് ഇവരെ പുനരധിവാസത്തിനുള്ള ഒരു പ്രത്യേക സംവിധാനം. എന്താ പേര്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഗ്രാമം. പാർട്ടി ഗ്രാമമല്ല. കത്തിക്ക് കത്തി, ചോരക്ക് ചോര, അടിക്കടി ഇടിക്കടി എന്ന് പറയുന്ന പാർട്ടി ഗ്രാമമല്ല. എന്റെ മുത്ത് തങ്ങളെ പേരില് ശിഹാബ് തങ്ങൾ ഗ്രാമം. എന്റെ മാർക്സിസ്റ്റ് പാർട്ടി പെരിന്തൽമണ്ണയിലെ DYFIയുടെ പ്രവർത്തകനായ സദാനന്ദന് കൂരയായത് നിങ്ങളെ കൊണ്ടല്ല, ഞങ്ങളെ കൊണ്ടാണ്. പെരിന്തൽമണ്ണയിലെ സദാനന്ദന് താക്കോൽ കൊടുക്കുന്ന ചടങ്ങിൽ ഈ വിനീതം പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമീദ് മാഷ് ഒരു മരണ വീട് സന്ദർശിക്കുന്ന ചിത്രം കണ്ടോ നിങ്ങൾ? അമ്മ ബൈത്തുറഹ്മയിൽ കിടന്നു മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ആ അമ്മയുടെ അടുത്ത് സ്വാദിഖലി തങ്ങളും ഞാനും അതേപോലെ അമീദ് മാഷും ഇത് സംസാരിച്ചിട്ടുണ്ട്. വാദരോഗിയാണ്. വാദം പിടിച്ച് കുഴഞ്ഞ അമ്മ ഇങ്ങനെ ചിരിക്കവല്ലാതെ ചിരിക്കാതെന്നുകൊണ്ട് ഇപ്പൊ തങ്ങൾ വിശേഷം ചോദിച്ചപ്പോൾ പറയാം, അമ്മ ചിരിക്കാതിരിക്കോ? സദാനന്ദം പറയാം, ഇതുവരെ നമ്മളെ കൂര അതായിരുന്നു. ജനലിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോ എന്താണെന്നറിയോ?
ജനലിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോ എന്തായിരുന്നു പൂരാന്നറിയാം? ഫ്ലക്സ് ബോർഡായിരുന്നു. ഫ്ലക്സ് ബോർഡ് എല്ലാരും ഫ്ലക്സും ഉണ്ടായിരുന്നു. SSFന്റെ ഉണ്ട്, SKSFന്റെ ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഉണ്ട്, യൂത്ത് ലീഗിന്റെ ഉണ്ട്, യുവമോർച്ചന്റെ ഉണ്ട്, എല്ലാ ക്ലബിന്റെയും ഫ്ലക്സ് ഉണ്ട്. പെരിന്തൽമണ്ണയിലെ സദാനന്ദന് അന്തസ്സായി അന്തിയുറങ്ങാൻ അവസരം കൊടുത്തത് പൊന്നുമക്കളെ നമ്മുടെ പവറിലാണ്. വേലുക്കുട്ടി ആശാരി 100 കണക്കിന് വീടുകൾക്ക് കുറ്റിയടിച്ചയാളാണ്. മോങ്ങത്തെ വേലുക്കുട്ടി ആശാരിയെ വിളിച്ചുണർത്തുകയാണ്. ചാക്ക് മറച്ച തിണ്ണയിൽ, പീടിക തിണ്ണയിൽ പെൺമക്കളോടൊപ്പം കഴിയുമ്പോ, വേലുക്കുട്ടി ഒരു വീട് റെഡി ആയിട്ടുണ്ട്, പാർക്കാൻ തയ്യാറാണോ? ഓ, കണ്ണീശപ്പെട്ട് കാണാൻ, കണ്ണുവീശപ്പെട്ട് കാണാൻ എന്റെ പൊന്നു ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ആ ഭവനുണ്ട് കിട്ടുകയാണ്. അതുകൊണ്ടല്ലേ കാർത്തികേയൻ പറഞ്ഞത്, നമ്മുടെ സ്പീക്കർ, ജീവകാരുണ്യത്തിന് ആർക്കെങ്കിലും സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാണക്കാട് തങ്ങളുടെ മുസ്ലിം ലീഗിന്റെ നേരെ സല്യൂട്ട് ചെയ്യട്ടെ. കാർത്തികേയന് പേരുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഏറ്റിട്ടില്ല. കാർത്തികേയൻ ഒരു വസ്തുത വിളിച്ചു പറയായിരുന്നു. എന്തിനാ പറയുന്നത്? അത്ഭുതം. ആദ്യത്തെ ബൈത്തുർ റഹ്മ കിട്ടിയ ആളുടെ പേര് മണ്ടകപ്പറമ്പിൽ മാധവനാണ്. എത്രയെത്ര മുസ്ലിം സഹോദരന്മാർ. ഞാൻ അത്ഭുതപ്പെടാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഈ റിപ്പോർട്ട് കണ്ടപ്പോ ഖാദർ സാഹിബ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം റൂമിൽ ഇരുന്ന് ആലോചിച്ചു. അത് നിങ്ങളെ കുറച്ച് താഴ്ത്തിയിരുത്തിയായി. ഞാൻ എന്തെന്നറിയും, എനിക്ക് തായിഫ് കമ്മിറ്റി തന്നൊരു ഉപഹാരം, ആ ഉപഹാരം ഞാൻ റൂമിൽ വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതെന്താണെന്നറിയും, കഴിവുകൾ തെളിയിച്ച പാട്ടുകാര്, പ്രസംഗിക്കണവര്, അതുപോലെ എന്തെങ്കിലും അള്ളാഹു തന്ന ഒരുപാട് ഞാമത്തുള്ള ആള്, ഈ മക്കളൊക്കെ ഞാൻ ഒരു വിധമൊക്കെ നമ്മളെ വേദിയിൽ നിന്ന് അവിടെ നിന്ന് കണ്ടുണ്ട്. ബാദുഷ പാട്ട് പാടുന്ന കുട്ടി, നസീബ് നിലമ്പൂര്, ഞാൻ അങ്ങനെ ഒരുപാട് എന്തായാലും എന്തെങ്കിലും കഴിവ് തെളിയിച്ച കുട്ടി, റിഫമോൾ എന്നൊരു കുട്ടിയുണ്ട് മറ്റേ നിലമ്പൂര് ഭാഗത്ത്. ഇവരൊക്കെ ഞാൻ ഈ പാട്ടൊക്കെ കേട്ട് അവരുടെ കഴിവ് കണ്ടാൽ അവരോടൊക്കെ സന്തോഷം പറഞ്ഞു. എൻ്റെ മക്കളോടൊപ്പം അവരുടെ വീടൊക്കെ സന്ദർശിക്കും. ഇപ്പോൾ ഏറ്റവും നല്ല ഗോൾ കീപ്പറായി തെരഞ്ഞെടുത്ത ശ്രീജിത്ത് വരെ കിട്ടണ ഷീൽഡും ട്രോഫിയൊന്നും വെക്കാനൊരു റൂമില്ലാത്തവരാണ് അധിക കുട്ടികൾ. അള്ളാന്റെ തൗഫീഖിനാൽ ഇവരൊക്കെ തെരഞ്ഞു രക്ഷ നൽകുന്ന ദേവതകളല്ലോ ധരയിൽ നടക്കുമീ ധർമ്മദൂതർ എന്ന് കവി പാടി പുകഴ്ത്തിയതുപോലെ നമ്മളിങ്ങനെ പോയിട്ട് ചോദിക്കും, ഇന്നാർക്കാ കിട്ടാള്, ഇന്നാർക്കാ നടന്ന് ചോദിച്ചിട്ട് ശ്രീജിത്തിന്റെ അമ്മ കണ്ണുന്നിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അത് കിട്ടുമ്പോ, കാരണം എന്താ, ആ കുട്ടി നല്ല ഗോൾ കീപ്പറാണ്, മാർക്സിസ്റ്റ് പാർട്ടി രാജ്യം നല്ല ഗോൾ കീപ്പറാണ്, പോയി കോൺഗ്രസ് പാർട്ടി പറഞ്ഞു പിന്നെ എല്ലാവരും ഗോൾ കീപ്പറാണ്, എല്ലാവരും ഗോൾ കീപ്പർ ഇറങ്ങി പോകുന്നു. സ്വാദിഖലി തങ്ങൾ അമീദ് മാഷും പോയിട്ട് വീട്ടിൽ കണ്ടു കയറി ചോദിച്ചു, കുട്ടിക്ക് കിട്ടിയ സമ്മാനമൊക്കെ റൂമിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് വെക്കാൻ നല്ലൊരു സ്ഥലമില്ല. അമ്മ പറഞ്ഞ അങ്ങനെ സാറില്ല, അവിടുന്ന് തന്നെ അകത്തെന്ന് പറയാം, അതൊന്നും നേരാക്കണല്ലോ. ബടായി അല്ല, ഇറങ്ങിയിട്ടുണ്ട്. വന്നിട്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു ശ്രീജിത്തിന് വീടുണ്ടാക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചു വെക്കുന്നു. ഓ മാർക്സിസ്റ്റ് പാർട്ടി, ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ആർക്കാ കൊടുക്കുന്നത്? ഇന്നും ഞങ്ങളെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട്. ബൈത്തുർ റഹ്മക്ക് പിരിക്കാൻ നടക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും, വീടുണ്ടാവില്ല. ബൈത്തുർ റഹ്മക്ക് സ്വാഗതം പറയുന്നവന് വീടുണ്ടാവില്ല. ബൈത്തുർ റഹ്മയിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നവന് വീടുണ്ടാവില്ല. ബൈത്തുർ റഹ്മക്ക് വേണ്ടി കാശ് പിരിക്കാൻ നടക്കുന്നവന് വീടുണ്ടാവില്ല. അതിനാ പ്രവാസി ബൈത്തുർ റഹ്മ വെച്ചു. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ 6 ആളുകൾക്ക് തങ്ങളുടെ പേരിലുള്ള വീട് ഞാൻ പറഞ്ഞ എൻ്റെ ഈ വിനീതന്റെ ശ്രമഫലമായി കൊടുത്തതിന് ശേഷം എനിക്കൊരു ഗുഹയിലേക്ക് താമസിക്കാൻ സാധിച്ചത്. ആരുടെയെങ്കിലും ആവശ്യത്തിന്റെ മേൽ ഒരാളായാൽ അവന്റെ ആവശ്യത്തിന്മേൽ പടച്ച റബ്ബാകും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയണം, നിങ്ങളെല്ലാവരോടും ഞാൻ പറയും, നിങ്ങളിപ്പോൾ തെരഞ്ഞെടുക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കണ്ട. നിങ്ങൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് എൻ്റെ നാട്ടിലെന്തൊരു ഒരു പാവം പറയും, നിങ്ങളും അതിനേക്കാൾ കട്ടായിരിക്കും, പക്ഷെ നിങ്ങളെ വീടിന്റെ കാര്യം പിന്നീട് തെളിഞ്ഞിങ്ങനെ വരും. അതല്ലേ ഞാൻ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, ഞങ്ങളെ ഉറവിടൊന്ന് തേട്. ഞങ്ങളെ കുട്ടികളെ ദത്തെടുക്കുമ്പോൾ ഒരൊറ്റ കുട്ടിയുടെ പാർട്ടി ചോദിക്കാതെയുള്ളൂ നമ്മൾ ഉപഹാരം കൊടുക്കുന്നത്. എത്ര കുട്ടികളെ നമ്മൾ ദത്തെടുത്ത് പഠിപ്പിക്കുന്നുണ്ടെന്നറിയോ?
കുവൈറ്റ് KMCC ദത്തെടുത്ത് പഠിപ്പിച്ച കുറെ മക്കളുണ്ട്. കൊയിലാണ്ടിയിൽ അതിന്റെ ചടങ്ങ് നടക്കുമ്പോൾ ബാങ്കിന്റെ മുകളിലുള്ള ഓഡിറ്റോറിയത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അഹമ്മദ് സാഹിബ് പ്രസംഗിക്കുമ്പോ ആ സദസ്സിൽ KMCC ദത്തെടുത്ത് പഠിപ്പിച്ച ഡോക്ടർ എണീറ്റെന്ന് ചോദിച്ചു, നിങ്ങളെ കൊണ്ടാണ് KMCC-നെ കൊണ്ടാണ് ഞാൻ MBBS എടുത്തത്, ഞാൻ എന്താ പകരം തരുന്നത്? 10 കുട്ടികളെ MBBS-ന് പഠിക്കാനുള്ള ചെലവ് ഞാൻ വഹിക്കാം. ഇരുന്നു അദ്ദേഹം. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. വിദ്യ കൊണ്ട് സമ്പന്നരും സമ്പത്ത് കൊണ്ട് ദരിദ്രരുമായ ധാരാളം മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നല്ല കഴിവുറ്റ മക്കളുണ്ട്. ആ മക്കളെ തേടി പിടിച്ചിട്ട് ഒരു വീട് മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഈ മക്കളെ നാടിന് സമർപ്പിക്കുക. എന്നിട്ട് മക്കൾ പഠിക്കുകയാണ്, വലുതാകുകയാണ്. ഈ വിനീതൻ പുസ്തകം വാങ്ങിയത് അബുദാബി KMCC-യുടെ സഹായം കിട്ടിയ കാരണത്താൽ പൊന്നാനി MBS കോളേജിൽ പോയത്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരാളെ കാണുമ്പോൾ ഓർമ്മ വരുമ്പോൾ ഞാൻ KMCC-ക്കാരോട് പറയും, അങ്ങനെയുള്ള നമ്മൾ ബാഫക്കിത്തങ്ങൾ ഇങ്ങനെ നടന്ന് പറയാ CH-നോട്, കോയ അങ്ങനെ ആയാ പോരാ, നമ്മുടെ സമൂഹത്തിൽ നല്ല നല്ല മക്കള് വരണം, കോയ പഠിക്കണം, നന്നായി വളരണം. CH പറയലുണ്ടായിരുന്നു, ബാഫക്കിത്തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ CH ആവില്ലായിരുന്നു. എന്നിട്ട് കോയ സാഹിബ് കുറച്ച് കുട്ടികളെ കൂടെ കൊടുത്ത് ബാഫയ്ക്ക് തങ്ങൾ ഇവരൊക്കെ പഠിക്കണം എന്ന് ബോധ്യമുണ്ട്, ഗതിയില്ല. സേഠ് സാഹിബ് കാർത്തന മർക്കസിൽ കൊടുന്നാക്കിയ ഒരാളെ എനിക്ക് ഓർമ്മ. സേഠ് സാഹിബ് പഠിപ്പിച്ച് അള്ളാഹു അവരുടെയൊക്കെ പരലോകം നന്നാക്കട്ടെ. ബാഫയ്ക്ക് തങ്ങൾ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട CH-നെ നന്നാക്കുകയാണ്, സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഒരിക്കൽ CH-നോട് പറഞ്ഞത്രേ, കോയ ഒരൊറ്റ പെൺകുട്ടിയോടും വന്നില്ലല്ലോ, ഒരു പെൺകുട്ടി പഠിക്കണ്ടേ? ഒരു പെണ്ണ് നന്നായ വീട് നന്നാവില്ലേ? ഒരു പെൺകുട്ടിയെ തിരിയിട്ട് കഴിഞ്ഞിട്ട് ആരെയും കിട്ടിയില്ല. അവസാനം ഒരു കുട്ടിയെ കൊണ്ടുവന്നു കൊടുത്തു. ആ കുട്ടി പഠിച്ചു, ബാപ്പയ്ക്ക് തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ആ കുട്ടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ചീഫ് ജസ്റ്റിസായി മാറിയ ജസ്റ്റിസ് ഫാത്തിമ ബീവി. ബാപ്പയ്ക്ക് തങ്ങളുടെ ആശീർവാദത്തിൽ പോയത്. CH ഒരു ചടങ്ങിന് ചെന്നപ്പോ അവിടെ ഒരു യോഗത്തിൽ ഒരു കുട്ടി ഖിറാഅത്ത് മുതൽ കുട്ടി ഖിറാഅത്ത് നടത്തിയപ്പോ ആ ഖിറാഅത്ത് നടത്തിയ കുട്ടിയുടെ പുറത്ത് തട്ടിയിട്ട് ചോദിക്കുക, പേരെന്താ? കുഞ്ഞിബാവാണ്. എന്റെ കുട്ടി വരുമ്പോ നന്നായി പ്രസംഗിക്കുവാണ് കേട്ടോ. പിന്നീട് CH ഒരു ചടങ്ങിന് വന്നപ്പോ ആ കുട്ടിക്ക് ഉസ്താദ് എഴുതി കൊടുത്ത പ്രസംഗം നന്നായി പഠിച്ചു, പ്രകടിപ്പിച്ചു. പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, വലിയവനാവും, നല്ലവനാവും. ആ കുട്ടിയാണ് പിന്നീട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ കുഞ്ഞിബാവ, PKK ബാവ. അപ്പൊ ബാവാക്ക് ഞാൻ വന്ന വഴി CH-ലൂടെയെന്ന് മനസ്സിലായി. ആ ബാവ ഒരു യത്തീങ്കാനനാണ് തുടങ്ങി. അതിന്റെ പേരാണ് കാപ്പാട് ഐനുൽ ഹുദ യത്തീങ്കാന. നമ്മളെവിടെ ഇടപെടാത്തത്? മാർക്കറ്റ് പാർട്ടി പറയുന്നത് ഇപ്പൊ നേരം വെളുത്തതാ. മാർക്കറ്റ് പാർട്ടിക്ക് നമ്മൾ പരിസ്ഥിതി ചർച്ച ചെയ്യുന്നത് പോലെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. നമ്മൾ ഏത് പരിസ്ഥിതി? മരം വെച്ച് പിടിപ്പിക്കണോ? വലിയ വലിയ അല്ലെ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി കടലിലും കരയിലും വിപത്തുകൾ ഉണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ ദീന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. കടുത്ത അദാബുകൾ രാജ്യത്ത് പിടികൂടുന്നു. അങ്ങനെ വരുമ്പോ പ്രകൃതിയെ ചൂഷണം ചെയ്യരുതെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് ആത്മാർത്ഥമായി ശ്രമം നടത്തി മരം വെച്ച് പിടിപ്പിച്ചു. എല്ലായിടത്തും പോയി എല്ലാ ആളുകളോടും ഇതിന്റെ പവിത്രതയെ കുറിച്ച് പറഞ്ഞപ്പോ അതാണ്ട് ക്ലച്ച് പിടിച്ചു, വമ്പൻ മാറ്റമുണ്ടായി. അപ്പൊ ചിലർക്ക് ദേഷ്യപ്പോ മാർക്സിസ്റ്റ് പാർട്ടി പറയാ ഇവര് പരിസ്ഥിതി ചർച്ച ചെയ്യണത്. നമ്മൾ ഏത് പരിസ്ഥിതിയാ ചർച്ച ചെയ്യണേ? പരിപാവനമായ പരിസ്ഥിതി. മാർക്സിസ്റ്റ് പാർട്ടി എന്തായി ചർച്ച ചെയ്യാത്തത്? അവർക്കിപ്പോ പരിതാപകരമായ പരിസ്ഥിതി തന്നെ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെന്ത് പരിപാവനമായ പരിസ്ഥിതി? അവർക്കിപ്പോ അവരുടെ പരിതസ്ഥിതിയാണ്. നോക്കൂ, പറവകൾക്ക് വെള്ളം കൊടുത്ത പാർട്ടിയല്ലത്, ജീവജാലങ്ങൾക്ക്. ഹൈദരലി ശിഹാബ് തങ്ങൾ MSFകാരോട് പറഞ്ഞു, നിന്റെ വീടിന്റെ മുന്നിലുള്ള മരക്കൊമ്പിൽ ഒരു ചട്ടി കെട്ടി തൂക്കി അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിണ്ടാപ്രാണികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാക്കി കിളിയൊക്കെ അത് കുടിച്ചു പോവുകയാണ്. പൂച്ചയെ ദോഷിയായ ഒരുത്തി നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ സ്വർഗത്തിൽ പോയി എന്ന കഥ വായിച്ച് കഥ പറയാനുള്ളതല്ല. ഒരു ദോഷിയായ ഒരുത്തി നായക്ക് വെള്ളം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ സ്വർഗത്തിൽ പോയി.
നല്ലൊരു മനുഷ്യൻ പൂച്ചയെ ദ്രോഹിച്ച കാരണത്താൽ നരകത്തിൽ പോയി. ജീവജാലങ്ങളോട് സ്നേഹം വേണം. അതുകൊണ്ടല്ലേ പൊന്നു തങ്ങൾ വയനാട് ചുരം കയറി പോകുമ്പോൾ അടിവാരത്ത് നിന്ന് ബിസ്ക്കറ്റ്, കടലമിഠായി എല്ലാം വാങ്ങാണ്. ഡ്രൈവർക്ക് പോലും അത്ഭുതം. ആരാപ്പ ബന്ധുക്കളായിട്ട് വയനാട്ടിൽ ചുരം കയറി ഇങ്ങനെ 4 ചുരം കയറി ചെന്നാൽ വാനരന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കൊണ്ടെടുത്തു. ഞാൻ ചുരുക്കി കുരങ്ങന്മാരൊന്നും കോണിക്ക് കൂട്ടുകയും കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നു, തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ജീവജാലങ്ങൾ, മിണ്ടാപ്രാണികളെ സ്നേഹിക്കും. കാക്ക ഒന്ന് വെള്ളം കുടിച്ചു പോയാൽ ഇല്ലേ, ആ കാക്കക്ക് വോട്ടുണ്ടോ? ഇല്ല. ഏത് കാക്ക? മലപ്പുറം കാക്കല്ല ഞാൻ പറയുന്നത്.